Hello everyone, welcome to G-Board Class 9. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Board 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതേപോലെയുള്ള നോട്ട് നിങ്ങൾക്ക് ലൈവിന് ശേഷം കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ലൈവ് നോട്ട് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് വാങ്ങണം, ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് G-Boardന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. G-Boardന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. സോ ത്രൂ ദ സാൻഡി എക്സ്പാൻസ് ഓഫ് മണലാനത്തുള്ള ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റൻ ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഇത് ഓൾറെഡി നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആൻസർ അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഹോംവർക്കായി ടൈപ്പ് ചെയ്യട്ടോ. ഈ ഒരു ക്വസ്റ്റൻ ചിലപ്പോൾ 2 മാർക്കിന് എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട്. താർ മരുഭൂമിയുടെ രൂപീകരണത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, താർ ഡെസേർട്ട് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആരാണ്? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിരകളാണ് അല്ലേ. നമുക്കറിയാം സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ബ്രാഞ്ചുകളുണ്ട്, അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അറേബ്യൻ സീ ബ്രാഞ്ച് അഥവാ അറബിക്കടൽ ശാഖയാണെങ്കിലും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അഥവാ ബംഗാൾ ഉൾക്കടൽ ശാഖയാണെങ്കിലും ഈ 2 ശാഖകളും എന്ത് ചെയ്യാണ്, റെയിൻഫോൾ അഥവാ മഴ ഇന്ത്യയുടെ മൊത്തം ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാറ്റ് വീശി വീശി നമ്മുടെ താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയുടെ ഭാഗത്തെത്തുമ്പോൾ അവിടെ താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയെ ആര് ബ്ലോക്ക് ചെയ്യുന്നു? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വനിരകൾ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വനിരകൾ ഈ ഒരു കാറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഇവിടേക്ക് എന്ത് വീശുന്നില്ല, ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വീശുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തായി, മഴ അങ്ങോട്ടേക്ക് തീരെ പെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു ഏരിയ എന്തായിട്ട് മാറുകയാണ്, ഡെസേർട്ട് അഥവാ മരുഭൂമിയായിട്ട് മാറാണ്. അത് മാത്രമല്ല ഇവിടെ എന്തുണ്ട്, നല്ല രീതിയിൽ എന്തുണ്ടാകുന്നുണ്ട്, നല്ല രീതിയിൽ ഹൈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ഇവിടെ നല്ല രീതിയിൽ എന്തുണ്ടാകുന്നുണ്ട്, ബാഷ്പീകരണ തോത് ഭയങ്കര കൂടുതലാണ്. ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണ തോത് എന്താണ്, ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണ തോത് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടും ഇവിടെ എന്തായി മാറി, ഡെസേർട്ട് അഥവാ മരുഭൂമിയായിട്ട് മാറി. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വിച്ച് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് താർ ഡെസേർട്ട്. താർ മരുഭൂമിയുടെ വർഗീകരണങ്ങൾ ഏതൊക്കെയാണ്? താർ ഡെസേർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണങ്ങൾ? ഒന്ന് മരുസ്ഥലി ഉണ്ട്, രണ്ടാമത്തെ എന്താണ്, ബാഗർ ആണ്. എന്താണ് മരുസ്ഥലി എന്ന് പറഞ്ഞാൽ, ദ ആക്ച്വൽ ഡെസേർട്ട് അഥവാ യഥാർത്ഥ മരുഭൂമിയുടെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മരുസ്ഥലി. ശ്രദ്ധിക്കണം, ദ ആക്ച്വൽ ഡെസേർട്ട് അഥവാ യഥാർത്ഥ മരുഭൂമിയുടെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മരുസ്ഥലി. അതേപോലെ സെമി ആറൈഡ് റീജിയൻ, അർദ്ധവരണ്ട പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബാഗർ. ശ്രദ്ധിക്കണം കേട്ടോ, മരുസ്ഥലി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡെസേർട്ട് അഥവാ യഥാർത്ഥ മരുഭൂമിയുടെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മരുസ്ഥലി. ബാഗർ എന്ന് പറഞ്ഞാൽ എന്താ, സെമി ആറൈഡ് റീജിയൻ അഥവാ അർദ്ധവരണ്ട പ്രദേശത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, ബാഗർ എന്ന് വിളിക്കുന്നു. അപ്പോൾ മരുസ്ഥലി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അവിടെ നീസ്, ഷിസ്റ്റ്, ഗ്രാനൈറ്റ് പോലുള്ള ശിലകൾ അഥവാ പാറകൾ കാണാൻ പറ്റും. ഒരു 200 to 250 മീറ്റർ ഹൈറ്റിൽ, 200 മുതൽ 250 മീറ്റർ ഹൈറ്റിലാണ് എന്തുള്ളത്, മരുസ്ഥലി ഉള്ളത്. അത് മാത്രമല്ല ഈ മരുസ്ഥലിയുടെ വെസ്റ്റേൺ പാർട്ട് എന്താണ്, ദ്രിയാൻ എന്ന് വിളിക്കുന്ന ഡ്യൂൺസ് അഥവാ മണൽമേടുകളുള്ള സ്ഥലമാണ്. വെസ്റ്റേൺ പാർട്ട് ഓഫ് മരുസ്ഥലി, മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗം എന്താണ്, ഇതേപോലെ ഡ്യൂൺസ് അഥവാ മണൽമേടുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്തുണ്ട്, ഈസ്റ്റേൺ പാർട്ട് എന്താണ്, റോക്കി അഥവാ കിഴക്ക് ഭാഗം എന്താണ്, പാറകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇനി ബാഗർ എന്ന് പറഞ്ഞാൽ എന്താ, താർ ഡെസേർട്ടിന്റെ ഈസ്റ്റ് ഭാഗം, കിഴക്ക് ഭാഗം എന്താണ്, ബാഗർ അഥവാ സെമി അറൈഡ് റീജിയൻ അഥവാ അർദ്ധവരണ്ട പ്രദേശമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ പാക്റ്റിൽ, അതായത് എന്താണ്, ചെറിയ 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 കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ എന്തുണ്ട്, ഈ ഭാഗത്തിന്റെ പല ഭാഗത്ത് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, രോഹി. അത് മാത്രമല്ല ഈ ഭാഗത്തൂടെയാണ് റിവർ ലൂണി പോകുന്നത്. ഈ ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് ഒരു സാൻഡി പ്ലെയിൻ അഥവാ മണൽ നിറഞ്ഞ പ്രദേശമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഥാലി. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ രാജസ്ഥാൻ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരുപാട് സോൾട്ട് ലേക്ക് അഥവാ ഉപ്പ് തടാകങ്ങളുണ്ട്. ഈ രാജസ്ഥാൻ മരുഭൂമിയുടെ പല ഭാഗത്തും എന്തുണ്ട്, സോൾട്ട് ലേക്ക് അഥവാ ഉപ്പ് തടാകങ്ങൾ കാണാൻ പറ്റും. സംബാർ, അതേപോലെ തന്നെ അതേപോലെയുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ട് ലേക്ക് അഥവാ ഉപ്പ് തടാകങ്ങൾ, റിദ്വാന, സർഗോള്, കാത്തു പോലെയുള്ള സോൾട്ട് ലേക്ക് അഥവാ ഉപ്പ് തടാകങ്ങൾ ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട് കേട്ടോ, പഠിച്ചു വെച്ചോ. പിന്നെ ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, മെൻഷൻ ദ പെക്യുലാരിറ്റീസ് ഓഫ് വിന്റർ സീസൺ ഇൻ ദ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ ശൈത്യകാലത്തിന്റെ സവിശേഷതകൾ എഴുതാൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, 2 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. സോ വിന്റർ സീസണിന്റെ പെക്യുലാരിറ്റി എന്താ, ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്ത്, വിന്റർ സീസൺ. 5 to 10 ഡിഗ്രി സെൽഷ്യസിലെ 5 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാറുണ്ട്, നൈറ്റ് ടൈമിൽ പോകാറുണ്ട്. ക്ലിയർ സ്കൈസിലെ തെളിഞ്ഞ ആകാശമാണ്. ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, താപനില വളരെ കുറവാണ്. ലോ ഹ്യൂമിഡിറ്റി, ആർദ്രത കുറവാണ്. ജെന്റിൽ ബ്രീസിലെ വളരെ ചെറിയ മന്ദമായ
മാരുതി അഥവാ കാറ്റുകളൊക്കെ എന്തുണ്ട് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ചില സമയത്ത് ബിക്കാറ് ചുരു പോലെയുള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ടൈമിലെ ടെമ്പറേച്ചർ -0°C 0°യും കുറവായി കാണാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ലൈവിന് ശേഷം നിങ്ങൾക്ക് ഇതിന് നോട്ടുകൾ കിട്ടാനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എജ്യൂപോഡിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ട് നമ്മുടെ എജ്യൂപോഡിൽ. നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എജ്യൂപോഡിന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും. മറ്റൊരു ക്വസ്റ്റൻ ആണെന്ത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് ഫോണ ഇൻ താർ ഡെസേർട്ട് ആൻഡ് പാസ്റ്റോറിസം ഇൻ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ ജന്തുജാലങ്ങളെ കുറിച്ചിട്ടും താർ മരുഭൂമിയിലെ മൃഗപരിപാലനത്തെ കുറിച്ചും വിശദീകരിക്കുകയാണ്. 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ഫോണ എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ജന്തുജാലങ്ങൾ ഏതൊക്കെയാടാ? ക്യാമലാണ് അഥവാ ഒട്ടകമാണ്. ഇവിടെ പ്രധാനമായിട്ടും കാണുന്ന ജന്തുജാലം ഏതാണ്? ഒട്ടകമാണ്. പിന്നെ പലതരം ഉരകങ്ങളും പല ജീവികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല സ്കോർപ്പിയോൺസ്, അതായത് എന്തുണ്ട്, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്, വിവിധ തരത്തിലുള്ള ബ്ലാക്ക് ബക്ക്, ചിങ്കാര പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് അഥവാ വിവിധ തരം മൃഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ പൊതുവേ നമ്മൾ ഇവിടുത്തെ ഒരു പാസ്റ്റോറിസം അഥവാ മൃഗപരിപാലനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതിൻ്റെ 1/10 അല്ലെങ്കിൽ 10% നമ്മുടെ ഇന്ത്യയിലുള്ള ആകെ പാസ്റ്റോറിസം അഥവാ മൃഗപരിപാലനത്തിന്റെ 10% ഉള്ളത് എവിടെയാണ്? താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയിലാണ്. ഗോട്ട്, ബുഫല്ലോ, ഷീപ്പ്, കൗ, ക്യാമൽസ്, ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം പോലെയുള്ള ജീവികൾ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ പരിപാലിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ബേസ്ഡ് ഓൺ ദി ഹ്യൂമൻ ലൈഫ് ഇൻ താർ ഡെസേർട്ട്. താർ മരുഭൂമിയിലെ മനുഷ്യജീവിതം. അപ്പോൾ നിങ്ങളോട് താർ ഡെസേർട്ടിലെ ഹ്യൂമൻ ലൈഫ് അഥവാ താർ മരുഭൂമിയിലെ മനുഷ്യജീവിതം ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ആഡ് ചെയ്യാം? അവിടുത്തെ അഗ്രികൾച്ചർ അഥവാ കൃഷി ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബജ്ര, ജോവർ പോലുള്ള ക്രോപ്സ്, മില്ലറ്റ്സ് അഥവാ തിനവിളകൾ അല്ലേ, ബജ്ര, ജോവർ പോലെയുള്ള മില്ലറ്റ്സ് അഥവാ തിനവിളകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വെള്ളം എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കനാലാണ് ഏത് കനാൽ? ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ട്. ഏത് കനാലാണ്? ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ് ആണ്. അത് മാത്രമല്ല ഇവിടെ മൈനിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ എന്താടാ, മക്രാന മാർബിൾ അല്ലേ, നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മക്രാന മാർബിൾ, ടങ്സ്റ്റൺ, മാംഗനീസ്, അയൺ, ജിപ്സം, ലിഗ്നൈറ്റ്, ലൈംസ്റ്റോൺ പോലുള്ള സാധനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് ചോദിക്കാൻ നിങ്ങൾക്ക് അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? അവിടുത്തെ അഗ്രികൾച്ചർ അഥവാ കൃഷി ആഡ് ചെയ്യാം, പാസ്റ്റോറിസം അഥവാ മൃഗപരിപാലനം ആഡ് ചെയ്യാം, മൈനിങ് അഥവാ ഖനനം ആഡ് ചെയ്യാം, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കൾ, അതായത് ഷേഡുകൾ, പൗച്ചുകൾ, ചപ്പൽസ് അഥവാ പാദരക്ഷകളൊക്കെ നിർമ്മിക്കുന്ന ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡ് ആൻഡ് സോളാർ എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും അതേപോലെ സോളാർ എനർജി, സൗരോർജ്ജവും ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഥവാ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ഇവിടെ ടൂറിസം, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ടെമ്പിൾ, രണക്പൂർ ജെയിൻ ടെമ്പിൾ, ഇങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താർ ഡെസേർട്ടിലെ ഹ്യൂമൻ ലൈഫ് അഥവാ മനുഷ്യ ജീവിതം ചോദിക്കുക, നിങ്ങൾ അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? അഗ്രികൾച്ചർ അഥവാ കൃഷിയെക്കുറിച്ച് എഴുതണം, മൈനിങ് അഥവാ ഖനനത്തെക്കുറിച്ച് എഴുതണം, പാസ്റ്റോറിസം അഥവാ മൃഗപരിപാലനത്തെ കുറിച്ചിട്ട് എഴുതണം, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി അഥവാ കരകൗശല വ്യവസായത്തെ കുറിച്ചിട്ട് എഴുതണം, എനർജി കൺസർവേഷൻ അവിടുത്തെ ഊർജ്ജ ഉൽപ്പാദനത്തെ കുറിച്ചിട്ട് എഴുതണം, ടൂറിസത്തെ കുറിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അതിൽ മികച്ച മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇതിന് ആൻസർ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിൽ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ലൈവിന് നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബൂസ്റ്റർ ബാച്ചാണ്. നിങ്ങൾ എജ്യൂപോഡിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റൂ. സോ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഈ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വെക്കുക. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ് സ്വന്തമാക്കണമെങ്കിൽ ജോയിൻ അവർ ബൂസ്റ്റർ ബാച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.